കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്തിയേക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതേസമയം വിവിധയിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട നേരിയ വേനൽമഴ ലഭിച്ചേക്കുമെന്നും കേൾക്കുന്നു. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാന്തന, ഗുഡ് മോർണിംഗ്. സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. രാത്രിയെന്നോ പകലെന്നോ ഒരു വ്യത്യാസവുമില്ല. കൊല്ലത്തും അതോടൊപ്പം ഈ പാലക്കാടും കൊല്ലത്തുമൊക്കെ 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ചൂടിങ്ങനെ കുത്തനെ വരികയാണ്. എങ്ങനെയാണ് ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാലാവസ്ഥ, അതോടൊപ്പം മുന്നറിയിപ്പുകൾ? ഗുഡ് മോർണിംഗ് ഷിയാസ്, ഗുഡ് മോർണിംഗ് കീർത്തന. പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ ചൂടാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പകലും നമ്മൾ നേരിട്ടിരുന്ന ചൂട് ഇപ്പോൾ രാത്രി കൂടി അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ കഴിയാത്ത അത്രയും ചൂട് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും നിലവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ മുന്നറിയിപ്പ് നോക്കുകയാണെങ്കിൽ 12 ജില്ലകളിലാണ് താപനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചൂട് നിലവിൽ രേഖപ്പെടുത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ്. പാലക്കാട് ജില്ലയിൽ ഇതിനോടകം തന്നെ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ താപനില രേഖപ്പെടുത്തുന്നത് കൊല്ലം പുനലൂരിലാണ്. പാലക്കാടും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഏതാണ്ട് 38 ഡിഗ്രി സെൽഷ്യസ് വരെ ആ താപനില നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഏതാണ്ട് ഒരു 2 മുതൽ 3 ഡിഗ്രി വരെ അധിക താപനിലയാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ വരുന്ന 19-ാം തീയതി വരെ എന്തായാലും ചൂട് ഇതേ സ്ഥിതിയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൽ നിനോ പ്രതിഭാസത്തിന്റെ ഒരു സാധ്യത കൂടി ഇത്തവണ ഈ ഒരു വർഷം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ലഭിക്കുന്നത് കുറച്ച് വൈകിയായിരിക്കും എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ എന്തായാലും വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, പക്ഷേ ആശ്വാസകരമെന്ന് പറയാൻ ചെറിയൊരു വേനൽ മഴയുടെ സാധ്യതയൊക്കെ ഉണ്ട്. ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ ആണെങ്കിലും ചെറിയ രീതിയിലൊരു വേനൽ മഴ വൈകുന്നേരങ്ങളിൽ ലഭിച്ചിരുന്നു. പക്ഷേ എത്രത്തോളം ഇത് ചൂടിനെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു മഴയാണ് എന്നുള്ളതാണ് ഒരു സംശയകരമായ കാര്യം. എന്തായാലും ഇന്നും ചെറിയ നേരിയ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിലാണ് ഈ മഴ ലഭിക്കുന്നത്. പക്ഷേ പകൽ സമയങ്ങളിൽ നമ്മൾ ജാഗ്രത വിടരുത് എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് അടക്കം വ്യക്തമാക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് ഈ താപനില ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ, പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, ഇത്തരം ആളുകളൊക്കെ തന്നെയും നേരിട്ട് വെയിലേൽക്കുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കണം എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും താപനില കുറയാനല്ല കൂടാനുള്ള സാധ്യത തന്നെയാണ് എന്തായാലും ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്.